നമുക്കിവിടെ ഈ സമ്മേഷൻ്റെ റിസൾട്ട് ഓൾവേസ് 0 ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ ആദ്യം P-2 സിംപ്ലക്സിനെ നോക്കും. അതിലുള്ള വേർട്ടക്സുകളെ ഞാൻ ഇങ്ങനെ എഴുതുന്നു. ഇപ്പോൾ നമ്മൾ 2 സിംപ്ലക്സ് ആണ് എഴുതുന്നുണ്ടെങ്കിൽ A0, A1, A2 ഇങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന് V ആക്കി കഴിഞ്ഞാൽ V0, V1, V2 അങ്ങനെ. ഇപ്പോൾ P-2 ആണെങ്കിൽ V0, V1 എക്സെട്ര Vp-2 വേർട്ടിസസ് അതിലുണ്ടാവും. ഇനി അതിലേക്ക് ഞാൻ സിഗ്മ P-2ലേക്ക് ഒരു 2 വേർട്ടിസസും കൂടിക്കഴിഞ്ഞാൽ അതെന്താവും? P സിംപ്ലക്സ് ആവില്ലേ? അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്ന 2 സിംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് എയും ഒന്ന് ബിയും ആണ്. അപ്പോൾ ഞാൻ എനെയും ബിനെയും ഇതിൻ്റെ കൂടെ 2 വേർട്ടക്സ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? P സിംപ്ലക്സ് കിട്ടി. ഇനി എനെ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെ സിഗ്മ 1 എന്നും ബിനെ മാത്രം ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഞാൻ സിഗ്മ 2 എന്നും വിളിക്കുകയാണ്. ഓക്കെ, ഇത് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ആവാം, നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ആവാം, എങ്ങനെയാവാം. നമുക്ക് കാണിക്കേണ്ടത് ഇത് പോസിറ്റീവ് ആയി കഴിഞ്ഞാലും നെഗറ്റീവ് ആയി കഴിഞ്ഞാലും ഈ കണ്ടീഷനിൽ എപ്പോഴും സമ്മേഷൻ 0 ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കിയാൽ നമ്മളിത് എങ്ങനെയാണ് കൊടുത്തത്? എ ബി V0 എക്സെട്ര Vp-2. അപ്പോൾ എന്ന് ബിയിലേക്ക് ബിന്ന് V0ലേക്ക് എക്സെട്ര Vp-2ലേക്കാണ് പോകുന്നത്. കാരണം ഇതൊരു പോസിറ്റീവ് ഓറിയൻറ്റേഷനിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇതല്ലാതെ ഇങ്ങനെ ഒരു പാത്തിലൂടെ അല്ലാതെ എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് കിട്ടും. ഇതിന് ഇൻസിഡൻസ് നമ്പറിൻ്റെ വാല്യൂ പോസിറ്റീവ് കിട്ടണമെങ്കിൽ ഈ ഒരു പാത്തിലൂടെ തന്നെ പോകണം. ഇങ്ങനെ അല്ലാതെ വേറെ ഏത് പാത്തിലൂടെ പോയി കഴിഞ്ഞാലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ കേസായിട്ടാണ് പോകുന്നത്. ഫസ്റ്റത്തെ കേസ് ആണ് ഇത് 2 പോസിറ്റീവ്, പിന്നെ ഇത് 1 പോസിറ്റീവും 1 നെഗറ്റീവും, പിന്നെ 2 നെഗറ്റീവ് ആവുന്ന കേസ്. അങ്ങനെ നമുക്ക് 4 കേസസിൽ ഇത് ചെക്ക് ചെയ്യാം. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മൾ 2 പോസിറ്റീവ് എടുത്തു, എന്നിട്ട് ഇതിൽ ഓരോ ടേമുകൾ ചെയ്യുക. സിഗ്മ P, സിഗ്മ P-1, സിഗ്മ P-1, സിഗ്മ P-2. അപ്പോൾ ഓരോന്ന് ചെയ്യാം കേട്ടോ. സിഗ്മ P, സിഗ്മ 1, P-1 ചെയ്യുക ആദ്യം 1 വെച്ചിട്ട്. പിന്നെ സിഗ്മ 2 വെച്ചിട്ട് ചെയ്യുക. സിഗ്മ P, സിഗ്മ 2 P-1, സിഗ്മ 2 P-1, സിഗ്മ P-1. ഇനി സിഗ്മ P, സിഗ്മ 1 P-1 എങ്ങനെയാണ് കാണുകയെന്നറിയോ? നമ്മുടെ ഈ സിഗ്മ 1 P-1 ഇല്ലേ, അതേതാ ടേം? ഇതിൻ്റെ കൂടെ സിഗ്മ Pയിലുള്ളതും ഇതിലില്ലാത്തതായിട്ടുള്ളൊരു ടേം ഉണ്ടാവില്ലേ, ഏതാണ്? B. അതിനെ ഇതിൻ്റെ മുൻവശത്തേക്ക് കൊണ്ടുപോയിട്ടാം. ഇപ്പോൾ സിഗ്മ 1 P-1 ആരൊക്കെയാണുള്ളത്? A, V0 എക്സെട്ര Vp-2. അതിൻ്റെ കൂടെ സിഗ്മ Pയിലുള്ളതും സിഗ്മ 1 P-1 ഇല്ലാത്തതായിട്ടുള്ള ടേം ഏതാ? B. ബീനെ മുന്നേ കൊണ്ടുപോയിട്ടു. ഇപ്പോൾ ഇതിൻ്റെ പാത്ത് നോക്കിയേ, BA V0 എന്ന് പറഞ്ഞ പാത്താണ്. BA V0 ഇങ്ങനെ ഒരു പാത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഇൻസിഡൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ -1 ആയിരിക്കും, ഇതിൻ്റെ ഓറിയൻറ്റേഷൻ നെഗറ്റീവ് ആയതുകൊണ്ട്. അതേപോലെ സിഗ്മ 1 P-1, സിഗ്മ P-2 നോക്കുക. സിഗ്മ P-2 എന്ന് പറയുമ്പോൾ അതിലാരുള്ളത്? V0, V1 എക്സെട്ര Vp-2. അതിൽ സിഗ്മ 1 P-1 ഇതിലില്ലാത്തതുള്ള ടേം ഏതാ? എനെ നമ്മൾ മുന്നേ കൊണ്ടുപോയിട്ടു. അപ്പോൾ നോക്കിയേ, നമുക്ക് ആ പാത്ത് തന്നെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ 1 എന്ന് കൊടുക്കാം. അതേപോലെ ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെ വാല്യൂസ് കിട്ടും. എന്നിട്ട് അതിൻ്റെ ഈ സമ്മേഷൻ കാണാം, ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൊഡക്റ്റ്, എന്നിട്ട് അതിൻ്റെ സമ്മേഷൻ കാണാം അല്ലേ. അപ്പോൾ -1 × 1 + 1 × 1 എന്ത് വരും? -1 + 1 0 വരും. അതേപോലെ നമ്മൾ സിഗ്മ 1 P-1 പോസിറ്റീവും ഇതിന് നെഗറ്റീവും കൊടുക്കുക. എന്നിട്ട് ഇത് കാണുന്ന സമയത്ത് നമുക്ക് 0 കിട്ടും. ഇതിന് നെഗറ്റീവും ഇതിന് പോസിറ്റീവ് കൊടുക്കുന്ന സമയത്തും 0 കിട്ടും. ഇനി രണ്ടിന് നെഗറ്റീവ് കൊടുക്കുന്ന സമയത്ത് 0 കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിലുള്ള എല്ലാ ടേംസിൻ്റെയും സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ 0 വരിക. അതുകൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറയാൻ പറ്റും.